ഇപ്പോൾ മഴക്കാലം അധികം ചൂടില്ലാത്ത സമയവും അധികം വെയിലില്ലാത്ത സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ശരിക്കും പല ഫാമിലീസും ഒന്ന് പുറത്തിറങ്ങാൻ അല്ലെങ്കിൽ ഒരു ഇപ്പം നല്ല രസമായിരിക്കും ഒരു പുഴവക്കത്ത് പോയിരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു എക്സ്പ്ലോറേഷൻ ഇറങ്ങാനായിട്ട് ഇപ്പോൾ മാതിരപ്പള്ളിയിൽ വാട്ടർഫാൾസിൽ പോകാനോ ഒക്കെ ഒരു രസം. പക്ഷെ എൻ്റെ വീട്ടിലൊക്കെ എന്നെ എപ്പോഴും നിരുത്സാഹപ്പെടുത്തുന്നതാണ് ഈ മഴ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട്. ഇപ്പോൾ ഒരു പുഴവക്കലോ അവിടെ പോയാൽ വഴുക്കൽ ഉണ്ടാകും, ശ്രദ്ധിക്കണം, അങ്ങോട്ട് ഇറങ്ങരുത്, അല്ലെങ്കിൽ കൂടുതൽ ഫ്ലോ ഉണ്ടാകും, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇത്തരത്തിൽ എപ്പോഴും എന്നെയൊക്കെ പുറകോട്ട് വലിക്കുന്ന അല്ലെങ്കിൽ വീട്ടുകാരെ ഒരു പെർമിഷൻ തരാത്തൊരു സമയമാണ് മഴക്കാലം എന്ന് പറയുന്നത്. പക്ഷെ മഴക്കാലം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷത്തിന്റെ സമയമാണ്, ഭയങ്കര ആഘോഷങ്ങളുടെ സമയമാണ്, ഒരുപാട് ഓർമ്മകളാണ് മഴ നമുക്ക് സമ്മാനിക്കുന്നത്. ശരിക്കും ഒന്ന് വീട് മുറ്റത്ത് ഇറങ്ങി നിന്ന് കുളിക്കാനും ആ ഒരു പ്രൈവസിയിൽ മഴയത്ത് കുളിക്കാനും ഒക്കെ എന്ത് രസമാണ് അല്ലേ. കൂടുതൽ പറയുമ്പോൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. അടുത്ത സെഗ്മെന്റ് ഫെങ് ഷുയി. നമസ്കാരം. ലേഡീസ് അവറിന്റെ ഫെങ് ഷുയി സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ചൈനീസ് വാസ്തുവിദ്യാ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ക്ഷേത്രങ്ങളെ കുറിച്ചും ക്ഷേത്ര ആചാരങ്ങളെ കുറിച്ചും എല്ലാം സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ കുബേര ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. കേരളത്തിൽ ആകെയുള്ള ഒരു കുബേര ക്ഷേത്രമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പൊ അതിനപ്പുറത്തേക്ക് വാസ്തുവിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തിരുന്നില്ല. അപ്പൊ വാസ്തു സംബന്ധമായിട്ട് 1-2 കത്തുകൾ നമുക്കിന്ന് ഇവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചൊന്ന് വായിക്കട്ടെ. ആദ്യത്തെ കത്തയച്ചേക്കുന്നത് ആലപ്പുഴ അടൂർ നൂറിനാട് നിന്ന് രാജേഷാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു പഴയ വീടുണ്ടായിരുന്നു, അത് പുതുക്കി പണിതിട്ട് ഇപ്പൊ 2 മാസമായി. അതിന് പിന്നീട് വിവാഹം ഒക്കെ നോക്കിയിരുന്നു. വിവാഹത്തിന് ഒരുപാട് തടസ്സങ്ങൾ നേരിടുന്നു. ഒരു അനിയനുണ്ട്. അപ്പൊ 2 പേർക്കും തൊഴിൽ പ്രശ്നങ്ങൾ. അപ്പൊ ഇതൊക്കെ കൊണ്ട് ഇത് വീടിന്റെ പ്രശ്നമാണോ? വീടിന്റെ പ്ലാൻ അയച്ചിട്ടുണ്ട്, അതോടൊപ്പം ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടുണ്ട്, വീട്ടിലെ എല്ലാവരുടെയും അയച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കി പറയാമോ സർ? സാധാരണ പൊതുവേ നമുക്ക് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വീട് എപ്പോഴും നമ്മൾ പുതുക്കി പണിയുമ്പോൾ വളരെ ശ്രദ്ധിച്ച്, അതായത് പഴയ കാലഘട്ടങ്ങളിൽ വയ്ക്കുന്ന വീടുകളെല്ലാം വാസ്തുപ്രകാരം സൂട്ടബിളായിട്ട് വയ്ക്കുന്ന വീടുകളാണ്. അത് നമ്മൾ പിൽക്കാലത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതൊന്ന് പുതുക്കി പണിയുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുക, ഇതൊക്കെ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് പലയിടത്തും. ആ എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ വാസ്തുവിൻ്റെ കണക്ക് മാറും. കണക്ക് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ വീടിൻ്റെ ഈ വാസ്തുപ്രകാരം 5 ടൈപ്പ് പ്രായമാണുള്ളത്. ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം, മരണം എന്നീ 5 ടൈപ്പ് പ്രായമാണുള്ളത്. ഇപ്പം നമ്മളൊരു കൗമാരാവസ്ഥയിലുള്ളൊരു വീടാണ് എങ്കിൽ ഒരല്പം കണക്കൊന്ന് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വാർദ്ധക്യത്തിലോ മരണത്തിലോട്ടോ ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ നമുക്ക് വീട്ടിൽ താമസിക്കുന്നവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാവാം. അപ്പം അതേപോലൊരു ലെറ്ററാണ് ഇത് എന്ന് നമുക്ക് തോന്നുന്നു. കാരണം ഇതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പുള്ളി ജനിച്ചിട്ട് തന്നെ 1972 ജനിച്ചിട്ടുള്ളത്. മീൻസ് ഇപ്പം തന്നെ 44 വയസ്സായിട്ട് ഇതൊരു വിവാഹം നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഈ വീടിൻ്റെ പൂർണ്ണമായിട്ട് വീടിൻ്റെ ദോഷമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ വീടിന് കിഴക്കാണ് ദർശനം. വീടിൻ്റെ ഫ്രണ്ടിലൊരു ബെഡ്റൂമുണ്ട്. ആ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടൊരു ബെഡ്റൂം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് അവർ കൃത്യമായിട്ട് അതിൻ്റെ ആംഗിളും എടുത്ത് വിട്ടിട്ടുണ്ട്. 85 ഡിഗ്രി ഈസ്റ്റിലാണ് ഇതിൻ്റെ വീടിൻ്റെ പൊസിഷൻ. സ്വാഭാവികമായിട്ടും പല എപ്പിസോഡുകളിലും ഞാൻ പറയാറുണ്ട്, ഈസ്റ്റ് ഡയറക്ഷനാണ്. ഈസ്റ്റിൽ 3 ഡയറക്ഷൻസ് ഉണ്ട്. അതിൽ ഈസ്റ്റ് 1, 2, 3 ഇങ്ങനെ 3 ഡയറക്ഷൻ. ഇത് ഈസ്റ്റ് 2-ലാണ് നിൽക്കുന്നത്. ഈസ്റ്റ് 2 എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ളൊരു നെഗറ്റീവ് എനർജിയാണ് വീട്ടിൻ്റെ ഉള്ളിലോട്ട് കടന്നു വരുന്നത്. ആ നെഗറ്റീവ് എനർജി കടന്നു വരുമ്പോൾ ആദ്യത്തെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഹൈലി പോസിറ്റീവ് എനർജി നിൽക്കുന്ന ഒരു ഭാഗം വരേണ്ടത്. അപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം അത് 2ആയിട്ട് അവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ആ ഏറ്റവും കൂടുതലായിട്ടുള്ള പോസിറ്റീവ് എനർജി അവിടുന്ന് വാനിഷായി. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഏറ്റവും വലിയ നെഗറ്റീവ് എനർജി ആയി മാറിയിട്ടുണ്ട്. അതായത് ഈ പുള്ളി ഉപയോഗിക്കുന്ന, ഈ രാജേഷ് എന്ന് പറഞ്ഞ കക്ഷി ഉപയോഗിക്കുന്ന റൂം ഇതാണ്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് പുള്ളിയുടെ റൂം, പുള്ളിയുടെ അനുവിൻ്റെ റൂമൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് പുള്ളി ഉപയോഗിക്കുന്ന റൂമിനകത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി നിൽക്കുന്ന ഒരു സ്ഥലമാണ് 2
5 എന്ന് പറഞ്ഞ കോമ്പിനേഷൻ. ഈ 2-5 കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ പല എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു 2 എന്ന് പറയുമ്പോൾ ഇൽനസ് സ്റ്റാറും കോറൽ സ്റ്റാറൊക്കെയാണ് 5 എന്ന് പറയുന്നത്. നമുക്ക് അസുഖങ്ങളും നമ്മളെടുക്കുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല, ഭയങ്കര ദുഃഖവും ദുരിതവുമായിരിക്കും ഒരു കാര്യത്തിനിടയിൽ. ഇപ്പം ഉദാഹരണം, നമുക്കൊരാൾ 1 ലക്ഷം രൂപ തരാം, നമുക്ക് നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ച് 1 ലക്ഷം രൂപ തരാൻ വേണ്ടി കൊണ്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ അത് തരാതിരിക്കും. കാരണം പുള്ളിയുടെ കീശയിലെന്ന് വെച്ചിട്ട് ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥ. ഇപ്പോൾ അത്രത്തോളം നെഗറ്റീവ് എനർജി ഉള്ള റൂമാണ് പുള്ളിയുടെ ബെഡ്റൂം. അപ്പോൾ ഈ രാജേഷിൻ്റെ ബെഡ്റൂം ആ ഒരു ബെഡ്റൂമിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, രാജേഷിൻ്റെ ബെഡ്റൂം അതാണ്. അപ്പോൾ അത് 2-5 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനാണ്. ഇതിനകത്ത് ഈ 2-5 കോമ്പിനേഷൻ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറുക എന്നേ പറയാൻ പറ്റുള്ളൂ. ബെഡ്റൂം ഷിഫ്റ്റ് ചെയ്യുക, കിടക്കാൻ പാടില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഒരു വീട്ടിൽ 4 പോസിറ്റീവ് എനർജി 4 നെഗറ്റീവ് എനർജിയാണുള്ളത്. ആ നെഗറ്റീവ് എനർജിയുടെ സ്ഥാനം നെഗറ്റീവ് എനർജി തന്നെയായിരിക്കും. അതിനകത്ത് ഫിൽട്ടർ ചെയ്താലും ഇപ്പോൾ ഈ 2-5 കോമ്പിനേഷനിലൊക്കെ നെഗറ്റീവ് എനർജി ഫിൽട്ടർ ചെയ്യണമെങ്കിൽ ഒരു ഏറ്റവും കുറഞ്ഞതൊരു 8-9 വിൻ ചൈംസ്, അതായത് കാറ്റത്തടിക്കുന്ന മണി അതിനകത്ത് തൂക്കിയിടണം. വിൻ ചൈംസ് 6 വോൾട്ടിൻ്റെ വിൻ ചൈംസ്. അപ്പോൾ ഈ വിൻ ചൈംസ് തൂക്കിയിടുമ്പോൾ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? ഭയങ്കര ശബ്ദമായിരിക്കും. അതേപോലെ അല്ലെങ്കിൽ 5 എലമെൻറ്റ് പകോട 1-2 ഒക്കെ അതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും. എന്നാലും പൂർണ്ണമായിട്ടും അതിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. അതിന് മാറ്റാനുള്ള ഏറ്റവും വലിയൊരു റെമഡി എന്ന് പറയുന്നത്, ഈ വീട്ടിലത്തേക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറയുമ്പോൾ ആ ഇരിക്കുന്ന 2-5 ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുക, ജമ്പ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയും. അതായത് തെക്ക് കിഴക്ക് ഭാഗത്ത് നീളമുള്ളൊരു വരാന്ത ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എൻഡിലൊരു പൂജാമുറി മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു വരാന്തയായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ വരാന്തയിൽ കംപ്ലീറ്റ് ഒരു സൈഡ് അതിൻ്റെ തെക്ക് ഭാഗത്ത് ഫുള്ളായിട്ടൊരു ബാംബു കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ നെഗറ്റീവ് എനർജി ഷിഫ്റ്റായി ആ വരാന്തയുടെ ഭാഗത്ത് പോകും. ഇപ്പോൾ അവിടെ ഓപ്പൺ ഏരിയയാണ്, അതുകൊണ്ട് നെഗറ്റീവ് എനർജി ഇവിടെയാണ് നിൽക്കുന്നത്. ഓൾറെഡി അവിടെ ഒരു കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ ഈ വരുന്ന നെഗറ്റീവ് എനർജി 2-5 എന്ന് പറഞ്ഞ കോമ്പിനേഷൻ ഷിഫ്റ്റായിട്ട് അപ്പുറത്തോട്ട് മാറിക്കിട്ടും. അപ്പോൾ ഈ റൂം പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് കിട്ടുന്ന ഒരു റൂമാണ്. പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് കിട്ടുമെന്ന് പറയുമ്പോൾ 4-3 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനാണ്. അവിടെ വരുന്ന നല്ലൊരു ബ്രൈറ്റ് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ്, എന്നാലും നല്ലൊരു ബ്രൈറ്റ് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല രീതിയിലുള്ളൊരു പോസിറ്റീവ് എനർജി ആക്കാൻ പറ്റും. അതേപോലെ തന്നെ പുള്ളിയുടെ അനിയൻ കിടക്കുന്ന റൂം അത് 9-7 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ ഉള്ള റൂമാണ്. 9-7 എന്ന് പറയുമ്പോൾ എന്താ പറയുക, എപ്പോഴും സംശയവും കാര്യങ്ങളൊക്കെ, ഭാര്യ ഭർത്താക്കന്മാരൊക്കെയാണ് ആ റൂമിൽ കിടക്കുന്നത്, അവർ തമ്മിൽ തന്നെ എപ്പോഴും സംശയവും കാര്യങ്ങളും ഒക്കെ വരുന്ന റൂമാണ് 9-5 എന്ന് പറഞ്ഞൊരു 9-7 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ. അതിന് നമുക്ക് റെമഡി എന്ന് പറയുമ്പോൾ അതിനകത്ത് ബ്ലൂ കളർ സ്കിൻ, അതായത് ബെഡ്ഷീറ്റ്, പില്ലോ കവർ, കാർട്ടൺസൊക്കെ നമ്മൾ ബ്ലൂ ഷെയ്ഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ദോഷത്തെ കൂടുതലായിട്ട് മാറ്റാൻ പറ്റും. ഇതേപോലത്തെ മുമ്പ് നമുക്കൊരു 2 ലെറ്റേഴ്സ് ഇതുപോലത്തെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബ്ലൂ ഷെയ്ഡ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, കാരണം ജലസാന്നിധ്യം കൂടുതൽ വേണം എന്നാണ് പറയാറുള്ളത്. ഒരിക്കലും ബെഡ്റൂമിൽ വെള്ളം കൊണ്ട് വയ്ക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ബ്ലൂ ഷെയ്ഡുള്ള കർട്ടൻസോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്, പില്ലോ കവർ, അല്ലെങ്കിൽ തറയിലിടുന്ന കാർപ്പറ്റ്, ചവിട്ടിയൊക്കെ ഇടുന്നു, അത് ബ്ലൂ ഷെയ്ഡിലുള്ള ഇട്ട് കഴിഞ്ഞാൽ ആ റൂമിലുള്ള ആ ഒരു ദോഷം മാറി കിട്ടും. ബെഡ്റൂമിൽ വെള്ളം കൊണ്ട് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചോദിക്കുകയാണ്. ഇപ്പൊ ഈ ഭയങ്കര ചൂട് കൂടുകയാണ്. അപ്പൊ ചൂട് കൂടുന്ന സമയത്ത് പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്, ഒരു ബക്കറ്റ് വെള്ളം നമ്മുടെ ബെഡ്റൂമിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് തണുപ്പ് കിട്ടും എന്നൊക്കെ. അതൊന്നും ഒരിക്കലും അത് ഫെങ്ഷുയി മുഖേന ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റുന്ന കാര്യമില്ല. കാരണം ബെഡ്റൂമിൽ ജലസാന്നിധ്യം പാടില്ല. വീട്ടിൽ അതൊക്കെ എന്താ, ബെഡ്റൂമിൽ വെള്ളം കൊണ്ട് വെച്ചാൽ തണുപ്പ് കിട്ടും എന്നതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി, എങ്ങനെയാണ് കിട്ടുക? അങ്ങനെ വയ്ക്കാൻ പാടില്ല. നമുക്ക് കുടിക്കുവാൻ വെള്ളം പോലും നമ്മൾ ബെഡ്റൂമിനകത്ത് കൊണ്ട് വയ്ക്കാൻ പാടില്ലെന്നുണ്ട്. പണിച്ച് പുറത്ത് പോയി കുടിച്ചിട്ട് വരിക, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ രീതി അനുസരിച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി ജലസാന്നിധ്യം സപ്പറേഷൻ വരെ ഉണ്ടാക്കുവാനുള്ള ചാൻസ് കൂടുതലാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ പിക്ചറോ അല്ലെങ്കിൽ ജല സാന്നിധ്യത്തിൻ്റെ പിക്ചേഴ്സോ ഒന്നുപോലും ബെഡ്റൂമിൽ യൂസ് ചെയ്യാൻ പാടില്ല. അത് വളരെ ഒരു ഇതായിട്ടുള്ളത്. അതുകൊണ്ട് ബെഡ്റൂമിൽ ഒരിക്കലും ജലസാന്നിധ്യം പാടില്ല. ഈ ബെഡ്റൂമിലും ഈ ജലസാന്നിധ്യം വന്നാൽ ഏറ്റവും നല്ലതാണ്, പക്ഷേ അവിടെ ജലം വയ്ക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഈ ബ്ലൂ കളറുള്ള സ്കിൻ. അപ്പം ബ്ലൂ കളർ കൂടുതലായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ദോഷം മാറിക്കിട്ടും. അടുത്ത് ഇവിടെ മറ്റൊരു നെഗറ്റീവായിട്ടുള്ളൊരു എഫക്റ്റ് കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ഡൈനിങ് റൂമാണ്. ഈ വീടിൻ്റെ ഡൈനിങ് റൂമും നേരത്തെ പറഞ്ഞ ആ ബെഡ്റൂമിലുള്ളതുപോലെ 2-5 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനാണ് നിൽക്കുന്നത്. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം ഓൾറെഡി പോയ്സണായി മാറും. പോയ്സൺ മീൻസ് നമുക്ക് ഉദ്ദേശിക്കുന്ന എനർജി ആ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടത്തില്ല. ആ ഒരു എഫക്റ്റ് ആ റൂമിനകത്തുണ്ട്. അവിടെയും 2-5 എന്ന് പറഞ്ഞ കോമ്പിനേഷനാണ്. കഴിയുമെങ്കിൽ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് മാറ്റിയിടുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതിനകത്ത് നോർത്ത് വെസ്റ്റിലാണ് ടോയ്ലറ്റ് കാണുന്നത്. അതിനകത്തൊരു ഡ്രസ്സിങ് റൂമും ടോയ്ലറ്റ് 2 സെപ്പറേറ്റാണ് അതിനകത്ത് കാണുന്നത്.
അപ്പോൾ അതിനകത്ത് നോർത്ത് വെസ്റ്റുള്ള ടോയ്ലറ്റ്, അവിടെ നോർത്ത് വെസ്റ്റ് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല, എന്നാലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ വീട്ടിലെ ഗ്രഹനാഥൻ, ഈ ഗ്രഹനാഥൻ എന്ന് പറയുമ്പോൾ വീട്ടിലിരിക്കുന്ന പ്രായമായിട്ടുള്ള ആളല്ല, വീട്ടിൽ നിന്നിറങ്ങി ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് ഗ്രഹനാഥൻ എന്ന് പറയുന്നത്. തൊഴിൽ തടസ്സം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ദോഷത്തെ മാറ്റുവാൻ ആ നോർത്ത് വെസ്റ്റ് ഉള്ള ആ ടോയ്ലറ്റിനകത്ത് നല്ലൊരു ബ്രൈറ്റ് ലൈറ്റ് യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ആ ബ്രൈറ്റ് ലൈറ്റ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ദോഷവും നമുക്ക് അവിടെ നിന്ന് മാറിക്കിട്ടും. ആണ്ട് കിച്ചൺ വന്നിട്ടുള്ളത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് കോർണറിൽ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് കിച്ചൺ വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് മത്സ്യമാംസാദികൾ പാചകം ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് പറയാറുള്ളത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതാരുടെയും പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് പ്രായോഗികമല്ല. അപ്പോൾ അതുകൊണ്ട് ആ നോർത്ത് ഈസ്റ്റിലുള്ള കിച്ചൺ നമുക്ക് കുഴപ്പമില്ലാതെ ഈസ്റ്റിലോട്ട്, ഈ നമ്മുടെ അടുപ്പിൻ്റെ പൊസിഷൻ ഈസ്റ്റിലോട്ട് തന്നെയാണ്, അതും വലിയ ദോഷമായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇതിൽ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ചെയ്താൽ മതി. ഇപ്പോൾ പിന്നെ പൂജാമുറിയുടെ സ്ഥാനം സൗത്ത് വെസ്റ്റ് കോർണർ രണ്ടാമത് അവർ ആഡ് ചെയ്താണെന്ന് തോന്നുന്നു. അതാണ് ഈ ഒരു വലിയൊരു വരാന്തയൊക്കെ അവിടെ വന്നിട്ടുള്ളത്. അതിനുള്ള പുറത്തുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടിപ്പോൾ കിണർ വന്നിട്ടുള്ളത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ വന്നാൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വിവാഹവും അതേപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള തടസ്സവും, അടൂർ നൂറിനാടുള്ള രാജേഷിൻ്റെ ഒരു പ്രശ്നമാണത്, ആ ഒരു പ്രശ്നങ്ങളൊക്കെ അവിടുന്ന് മാറ്റം ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ, ആ ഒരു നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റിയാൽ മാറ്റം ഉണ്ടാവും. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുവാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയതിന് ശേഷം എന്നെ വിളിക്കുക. നേരിട്ട് കാണണമെന്നുള്ള ആഗ്രഹമുള്ളവർ വെഞ്ഞാറമൂട് എലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേര ക്ഷേത്രത്തിൽ വന്നാൽ മതി. ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ഞാനവിടെ ഉണ്ടാവും. നമസ്കാരം.